ടെലിഗ്രാമിൽ പെൺകുട്ടികളുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ വിൽപ്പന നടത്തിയ ഈ ന്യൂസുകൾ വരുമ്പം, അതായത് പെൺകുട്ടികളുടെ മോർഫ് ചെയ്ത പിക്ചർ വിൽപ്പന നടത്തിയ ഒരു തെണ്ടിയുടെ ന്യൂസ് വരുമ്പം അതിൻ്റെ കമൻറ്റ് ബോക്സ് ഒന്ന് പോയി നോക്കണം. ഇവളുമാരെടുത്തിട്ട് ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് കൊണ്ടല്ലേ അവന്മാരെടുത്തിട്ട് ഇമ്മാതിരി പണി ചെയ്യുന്നത്. ഇതാണ് കമൻറ്റ് ബോക്സ് നിറച്ചും. പെൺകുട്ടികളിടുന്ന ഫോട്ടോ അവരുടെ പെർമിഷൻ ഇല്ലാതെ കൊണ്ടുപോയി ഇമ്മാതിരി തെണ്ടിത്തരം കാണിച്ച ഒരുത്തനെ സപ്പോർട്ട് ചെയ്യുന്ന കമൻറ്റ് ബോക്സ് കാണുമ്പോൾ സന്തോഷം. ഓരോ പെൺകുട്ടികളും ഫോട്ടോസ് ഇടുന്നത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അതെടുത്തിട്ട് വേറൊരുത്തനെ കൊണ്ടുപോയി തെണ്ടിത്തരം കാണിക്കാൻ എന്നല്ല അതിൻ്റെ അർത്ഥം. ഇങ്ങനെയുള്ള ന്യൂസ് വരുമ്പോൾ ആദ്യം വരുന്ന കമൻറ്റ് ബോക്സിലെ മെസ്സേജുകൾ ഇതാ: അവളുമാർ കൊണ്ടിടുന്നോണ്ടല്ലേ, അവളുമാർ ബാക്കിയുള്ള ആണുങ്ങളെ കാണിക്കാൻ വേണ്ടി കൊണ്ടിടുന്നോണ്ടല്ലേ, ഇവളുമാർക്ക് അക്കൗണ്ടൊക്കെ പ്രൈവറ്റ് ആക്കി വെച്ചൂടെ. ഇതൊക്കെ കൊണ്ടുപോയിട്ട് ചെയ്യുന്നൊരുത്തൻ എന്നിട്ട് കുറ്റം മൊത്തം ആ ഫോട്ടോയിലിരിക്കുന്ന പെൺപിള്ളേർ കേൾക്കണം. കൊള്ളാലോ കളി. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ടെലിഗ്രാമിൽ പെൺകുട്ടികളുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ വിൽപ്പന നടത്തിയ നിതിൻ മോഹൻദാസിന്റെ കുറ്റകൃത്യങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രങ്ങൾ വിൽപ്പന നടത്താനും പ്രചരിപ്പിക്കാനുമായി പ്രതി 3 ടെലിഗ്രാം ഗ്രൂപ്പുകൾ രൂപീകരിച്ചു. 11 ഫോൺ നമ്പറുകൾ ഉപയോഗിച്ചാണ് ഇൻസ്റ്റഗ്രാമിൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയത്. 11 ഫോൺ നമ്പർ, 5 ഗ്രൂപ്പ്. ഇതിനേക്കാളുപരി ഞാൻ ആലോചിക്കുന്നത് ഇത്രയും ലൈംഗിക ദാരിദ്ര്യമുള്ള കുറേ എണ്ണങ്ങളുണ്ടോ ഇത് വാങ്ങിക്കാൻ വേണ്ടി മാത്രം? അതും പൈസ കൊടുത്ത് മേടിക്കുക. എടാ, നിൻ്റെയൊക്കെ വീട്ടിലിരിക്കുന്ന അമ്മയുടെയും പെങ്ങളുടെയും ഫോട്ടോ ഒക്കെ ഇവന്മാർ നാളെ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കും. കാരണം ഈ നാറ് ഇട്ടേക്കുന്ന പകുതി ഫോട്ടോസും അവൻ്റെ ബന്ധുക്കളുടെയാണ്. അതായത് അവൻ്റെ പെങ്ങളുടെ, അവൻ്റെ അമ്മായിമാരുടെ, അല്ലെങ്കിൽ അവൻ്റെ റിലേറ്റീവ്സിൻ്റെ, അങ്ങനെയുള്ള ആൾക്കാരുടെ. അത് വാങ്ങിച്ച് ആസ്വദിക്കാൻ കുറേ ലൈംഗിക ദാരിദ്ര്യമുള്ള വേറെ കുറേ മൊണ്ണകൾ. നീയൊക്കെ ആദ്യം പോയിട്ട് വല്ല മെൻ്റലി ഉള്ള ചികിത്സ എടുക്കുക. നിനക്കൊക്കെ അതിൻ്റെയാണ് ആവശ്യം, അല്ലാണ്ട് ഇതുപോലെയുള്ള ഫോട്ടോസുകളുടെ അല്ല. നീയൊക്കെ ഡോക്ടറെ കാണണം, മനസ്സിലായോ? നിനക്കൊക്കെ എന്തോ മാനസിക പ്രശ്നമാണ്. ഈ നമ്പറുകളുടെ വിശദാംശങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചു. പെൺകുട്ടികൾക്ക് പ്രതി സന്ദേശം അയച്ചതിന്റെ തെളിവുകളും റിപ്പോർട്ടിന് ലഭിച്ചു. ബന്ധുക്കളുടെ ചിത്രങ്ങളാണ് നിതിൻ മോഹൻ കൂടുതലായി ദുരുപയോഗം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി. ഷഹദ്, ഇപ്പോൾ നിതിൻ മോഹൻദാസ് എന്ന കൊടും ക്രിമിനലുമായി ബന്ധപ്പെട്ട് 25 വയസ്സേ ഉള്ളൂ. ഈ കൊടും ക്രിമിനലുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. 11 ഫോൺ നമ്പറുകൾ ഉപയോഗിച്ചിട്ടാണ് ഇയാൾ ഈ പരിപാടികൾ നടത്തിയത് എന്നും ബന്ധുക്കളായ പെൺകുട്ടികളെ തന്നെയാണ് ഇരകളാക്കിയത് എന്നുമുള്ള വിവരമാണ്. അതിൽ അല്പം പ്രായമുള്ള 40 കഴിഞ്ഞ സ്ത്രീകൾ തൊട്ട് 5 വയസ്സുള്ള കുട്ടികൾ വരെയുണ്ട് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണല്ലോ ഇന്നലെ ഒരു പെൺകുട്ടി നമ്മളോട് തുറന്നു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇപ്പോൾ പോലീസിന് മുന്നിലെത്തിയിരിക്കുന്ന തെളിവുകൾ ഷഹദ്? 25 വയസ്സുള്ള അമ്മേനെയും പെങ്ങളെയും തിരിച്ചറിയാൻ അറിയാത്ത ഒരു തലനാറി പിടിച്ചവൻ. ബന്ധുക്കളുടെ ഫോട്ടോന്ന്. എടാ, ആ കൂട്ടത്തിൽ നീ നിന്റെ അമ്മേൻ്റെയും പെങ്ങളെയും കൂടെ കൊണ്ട് ഉൾപ്പെടുത്തണമായിരുന്നടാ. ചിലപ്പോൾ നീ ഉൾപ്പെടുത്തി കാണും. നിന്നെപ്പോലുള്ള നാറികൾ അതും ചെയ്യും, അതിൻ്റെ അപ്പുറം ചെയ്യും. പൈസ കിട്ടിയാൽ മതിയല്ലോ. 5 വയസ്സ് മുതലുള്ള പെൺകുട്ടികൾ എന്ന് പറയുമ്പം കൊച്ചു പിള്ളേരാണെന്ന് ആലോചിക്കണം. അങ്ങനെയുള്ള പിള്ളേരുടെ ഫോട്ടോ വരെ ഈ തന്തയില്ലാത്തവൻ ഇമാതിരി പണിയെടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇവൻ്റെ മാനസിക ലെവലൊന്ന് ആലോചിക്കണം. എന്ത് മാത്രം വികൃതമായിരിക്കും എന്നുള്ളത്. ഇനി ഇത്രയൊക്കെ ചെയ്ത് ഇവൻ്റെ പേരിൽ മറ്റേ കേസ് ഉണ്ടല്ലോ, ജോസ്കോ, അതും കൂടെ ഉണ്ടോയെന്നും കൂടെ നോക്കുന്നതും കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. കാരണം ഇത്രയൊക്കെ ചെയ്ത് അവൻ അതും ചെയ്ത് കാണും. കാരണം അത്രയും മുട്ടി നിൽക്കുന്ന ഞാൻ വല്ലതൊക്കെ പറയും. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ ലഭിച്ചിട്ടില്ല. കാരണം ഈ പെൺകുട്ടികൾ പല പോലീസ് സ്റ്റേഷനുകളിലാണ് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുള്ളത്. ഇതിൽ ഇപ്പോൾ നമ്മൾ പുറത്തു വരുന്ന ഈ വിശദാംശങ്ങൾ എന്ന് പറയുന്നത് മാഹി സ്വദേശിയായിട്ടുള്ള, മാഹിയിൽ പരാതി നൽകിയിട്ടുള്ള പെൺകുട്ടി ഈ നിതിന്റെ ഫോണിൽ നിന്ന് തന്നെ ശേഖരിച്ച വിശദാംശങ്ങളാണ്. കാരണം ഈ പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകുന്നതിന് മുൻപ് തന്നെ ഈ പെൺകുട്ടിയും ഈ പെൺകുട്ടിയുടെ സഹോദരനും ഉൾപ്പെടെയുള്ള ആളുകൾ നിതിന്റെ വീട്ടിൽ പോവുകയും നിതിന്റെ ഫോൺ പിടിച്ചു വാങ്ങുകയും അതിൽ നിന്നെടുത്ത വിശദാംശങ്ങളുമാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. അതായത് ഈ പറയുന്ന പെൺകുട്ടികളൊക്കെ തന്നെ നിതിന്റെ സഹോദരിമാരും ഒപ്പം തന്നെ അയൽവാസികളും സുഹൃത്തുക്കളും ഒക്കെ ആയിട്ടുള്ള ആളുകളാണ്. അത് നിതിനെ വർഷങ്ങളായിട്ട് ചെറുപ്പം മുതൽ അറിയുന്ന ആളുകളാണ്. കുഞ്ഞുനാൾ മുതൽ ഈ പരനാറിക്ക് അറിയുന്ന ആൾക്കാരുടെ ഫോട്ടോ എടുത്തിട്ടാണ് ഈ തെണ്ടിത്തരം കാണിച്ചത്. ആലോചിച്ച് നോക്കണം അപ്പം എന്തായിരിക്കും എന്നുള്ളത്. ഇതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത ഒരു തെണ്ടി. ഇതിന് മുമ്പും ഈ തെണ്ടിയുടെ പേരിൽ കേസ് വന്നതാ. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ അവൻ്റെ വിളിച്ച് വരുത്തി ഫോൺ വാങ്ങിച്ച് വെച്ച്
ഏതോ ഒരു പാർട്ടിക്കാരൻ, ഏത് പാർട്ടിക്കാരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പാർട്ടിക്കാർക്ക് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇടപെടാൻ ഭയങ്കര ഉത്സാഹമായിരിക്കുമല്ലോ. ഏതോ ഒരു പാർട്ടിക്കാരൻ വിളിച്ച് പറഞ്ഞിട്ട് ആ ഫോൺ ഇവനെ തിരിച്ചു കൊടുത്ത് വാണിംഗും കൊടുത്ത് വിട്ടെന്നാണ് കേൾക്കുന്നത്. വാണിംഗും കൊടുത്ത് വിടാൻ പറ്റിയ പണിയാണ് അവൻ എടുത്തു വച്ചേക്കുന്നത്. ഈ പോലീസുകാരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ വാണിംഗും കൊടുത്ത് വിട്ട കൂട്ടത്തിൽ നിങ്ങളുടെ പെങ്ങളോ നിങ്ങളുടെ ഭാര്യയോ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഈ വാണിംഗ് കൊടുത്ത് വിടുമായിരുന്നോ? അവരുടെ വല്ല ഫോട്ടോ ഇവൻ ഇതുപോലെ ചെയ്തായിരുന്നെങ്കിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറുമായിരുന്നല്ലോ. ഇത് ആരാൻ്റെ പെങ്ങള്, ആരാൻ്റെ ഭാര്യ, ആരാൻ്റെ അമ്മ, അതുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നമില്ല. സ്വന്തം കുടുംബത്തിൽ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ റിയാക്ട് ചെയ്യുമായിരിക്കും. ഇതിപ്പോൾ കണ്ടവൻ്റെ ആണല്ലോ. ഉടൻ തന്നെ, അതായത് നിതിനാണ് ഈ സംഭവങ്ങൾ ചെയ്തത് എന്ന് അറിഞ്ഞ ഉടൻ തന്നെ ഈ വീട്ടിൽ പോയി ആദ്യം സ്വാഭാവികമായിട്ട് അവർ ബന്ധുക്കളാണ്, ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം ഉണ്ടാവുകയും പിന്നീട് നിതിന്റെ ഫോൺ പിടിച്ചു വാങ്ങുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതിലാണ് ഈ ഡിവൈസിൽ എന്തൊക്കെയാണ് നിതിൻ ഒളിപ്പിച്ചു വെച്ചത് അല്ലെങ്കിൽ ഡിവൈസിലെ വിശദാംശങ്ങൾ ഈ കുടുംബം ശേഖരിക്കുന്നത്. ഒപ്പം തന്നെ നിതിന്റെ ഫോണിൽ നിന്നും ഈ ടെലഗ്രാമിന്റെ സ്ക്രീൻഷോട്ടുകൾ ഈ കുടുംബം തന്നെ എടുക്കുകയാണ് ചെയ്തത്. ആ സ്ക്രീൻഷോട്ടാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണിക്കുകയും ചെയ്യുന്നത്. അതിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് 3 ടെലഗ്രാം ഗ്രൂപ്പുകളാണ് നിതിൻ രൂപീകരിച്ചിട്ടുള്ളത്. ആ 3ന്റെയും അഡ്മിൻ നിതിൻ തന്നെയാണ്. അതായത് ആ അഡ്മിനിൽ പല അഡ്മിനുകളായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന മുഴുവൻ ഈ 5 ഗ്രൂപ്പിലുള്ള എല്ലാ അവന്മാരെയും തൂക്കണം. അഡ്മിൻ ആയിട്ടുള്ള ആൾക്കാർ മാത്രമല്ല, ഇതൊക്കെ മേടിച്ച അവന്മാർ വരെ ആ കൂട്ടത്തിലുണ്ടല്ലോ, അവന്മാരെ അടക്കം തൂക്കണം. അല്ലാതെ ഈ നാറിനെ മാത്രം പിടിച്ചിട്ട് കാര്യമില്ല. നാളെ വേറൊരു ഗ്രൂപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ തെണ്ടികൾ അവിടെയും പോയി അവിടുന്ന് മേടിക്കും പാവപ്പെട്ട പെമ്പിള്ളേരുടെ ഫോട്ടോ. നമ്പറുകളും നിതിന്റെ ഫോണിൽ തന്നെയാണ്. ഏകദേശം 11 സിമ്മുകൾ ഉപയോഗിച്ചാണ് നിതിന്റെ മെയിൽ വഴി ഇത്തരത്തിൽ ഈ ടെലഗ്രാം ഗ്രൂപ്പുകൾ ലിങ്ക് ചെയ്യുകയും അത് രൂപീകരിക്കുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഈ പെൺകുട്ടികൾ പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന ഒരു പരാതി അല്ലെങ്കിൽ ആശങ്ക എന്ന് പറയുന്നത്, നിലവിൽ ഇപ്പോൾ ഇവർ കണ്ടുപിടിച്ചിട്ടുള്ള ഫോൺ എന്ന് പറയുന്നത് അതൊരു പക്ഷേ നിതിന്റേതാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. കാരണം പോലീസ് റെയ്ഡിൽ കണ്ടുപിടിച്ചു എന്ന് പറയുന്ന ഫോൺ അത് നിതിന്റേതാകാൻ സാധ്യതയില്ല. നിതിൻ ഒരു S25 എന്ന് പറയുന്ന പുതിയ ഫോണാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ആ ഫോണിന്റെ കാര്യത്തിൽ ഏതെങ്കിലും ഒരുത്തൻ എന്തേലൊക്കെ കാണിക്കുമ്പം പെൺകുട്ടികളെ കുറ്റം പറയുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കുക. സ്വന്തം ഫാമിലിയിൽ ആരെങ്കിലും ആണ് ഈ ഒരു സിറ്റുവേഷനിൽ വന്ന് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ കുറ്റം പറയുമെന്നുള്ളത്. എല്ലാവർക്കും ഒരുപോലെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റണമെന്നില്ല. ഒരു നിമിഷത്തെ ചിന്ത മതി അവർ ആ ജീവിതം അവിടെ അവസാനിപ്പിക്കാൻ. അതൊന്നും ഇതുപോലുള്ള നാറികൾക്ക് അറിയണ്ട. അവന്മാർക്ക് ഇതുപോലെ വിറ്റിട്ട് പൈസ മേടിച്ചാൽ മതി. ആ പൈസ മേടിച്ച് അടിച്ചു പൊളിച്ച് നടക്കണം. ഇവന്മാർ ഈ സാധനം ചെയ്യുമ്പം ആ പെങ്കൊച്ചിൻ്റെ മാനസികാവസ്ഥയെന്ന് ആലോചിച്ച് നോക്കണം. ഒരു നിമിഷം മതി ജീവിച്ചതെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവൻ അതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കുമോ? ഇല്ല. ഈ ഫോട്ടോ ഇടുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇത് മേടിക്കുന്ന ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. കാരണം ഈ പെങ്കൊച്ച് ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഈ പെൺകുട്ടിക്ക് ഈ ഒരു കാര്യം, അതായത് ഈ ഫോട്ടോ പബ്ലിക് ആയതുപോലും അറിയത്തില്ല. പക്ഷേ ഈ കുട്ടിയെ അറിയുന്ന ആൾക്കാർ ഈ പെങ്കൊച്ചിനെ കാണുന്ന രീതി ഏത് രീതിയിലായിരിക്കും എന്ന് ആലോചിച്ച് നോക്കണം. അവൾ മറ്റേതാണെന്നേ പറയത്തുള്ളൂ. ഇന്ന് ഒരാൺകുട്ടി ഇത് മേടിച്ചിട്ട് അത് വേറൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ വേറൊരാളുടെ എത്തും. അങ്ങനെ എത്രയോ പെൺകുട്ടികൾ, ഒന്നും അറിയാതെ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇതുപോലെയുള്ള നാറികൾ ചെയ്തു വെക്കുന്ന പണിയാണ്. എല്ലാ പെൺകുട്ടികളും നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല. തെണ്ടിത്തരം കാണിക്കുന്ന പെൺപിള്ളേരും ഉണ്ട്. ഇന്നും കരുതിയിട്ട് ലോകത്തുള്ള എല്ലാ പെൺപിള്ളേരും ഈ പോക്കാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതൊരു പക്ഷേ ഞാൻ പറയുന്നതിലുള്ള തെറ്റായിരിക്കാം. പക്ഷേ പെൺകുട്ടികൾക്ക് അതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ട് ധാരണയുണ്ട്. അവരുടെ കയ്യിൽ ആ ഫോണിന്റെ സ്ക്രീൻഷോട്ടും ഉണ്ട്. അപ്പോൾ ആ ഫോൺ വഴിയാണ് നിതിൻ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തത് എന്നുള്ളതാണ്. ആ ഫോൺ തന്നെയാണോ പോലീസ് ഇപ്പോൾ കണ്ടെടുത്തിട്ടുള്ളത് എന്ന കാര്യമാണ് പ്രധാനമായിട്ടും ഈ പെൺകുട്ടികൾ ഉന്നയിക്കുന്നത്. ഈ പെൺകുട്ടികൾ കണ്ടുപിടിച്ച, ഈ പെൺകുട്ടികളുടെ സഹോദരന്മാർ ഇവരൊക്കെ വീട്ടിൽ പോയി കണ്ടുപിടിച്ച ഫോണാണ് പോലീസ് കണ്ടുപിടിച്ചതെങ്കിൽ അതിൽ മുഴുവൻ വിശദാംശങ്ങളുമുണ്ട്. അതിന്റെ ഡിവേഴ്സ് പരിശോധിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിൽ വിശദാംശങ്ങളുണ്ട്. അതിൽ നമുക്ക് സ്ക്രീൻഷോട്ടിൽ നമ്മൾ കാണിക്കുന്നുണ്ട് കൃത്യമായിട്ട് 11 സിമ്മുകളുടെ നമ്പർ അടക്കം നമ്മൾ കാണിക്കുന്നുണ്ട്. ഈ നമ്പറുകൾ ഉപയോഗിച്ചാണ് നിതിൻ ഈ കൃത്യങ്ങളൊക്കെ തന്നെ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഒരു നമ്പർ മാത്രമാണ് എല്ലാവരും 25 വയസ്സുള്ള ക്രിമിനൽ അങ്ങനെ പറയാനേ പറ്റത്തുള്ളൂ. അല്ലാണ്ട് ഇവൻ അറിയാതെ ചെയ്ത തെറ്റാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ പോലീസുകാരെ വിളിച്ചിട്ട് ഒരു തവണ വാണിംഗ് കൊടുത്ത് വിട്ടിട്ട് ഈ നാറി വീണ്ടും ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവന് 25 വയസ്സിൻ്റെ പക്വത കുറവാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ക്രിമിനൽ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. ദയവ് ചെയ്ത് ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ പെൺപിള്ളേരുടെ നെഞ്ചത്തോട്ട് കയറരുത്. തെറ്റ് ചെയ്തത് ഇവനാണെങ്കിൽ അതിന് ശിക്ഷിക്കേണ്ടത് അവനെ തന്നെയാണ്. അല്ലാതെ ഒന്നും അറിയാതെ പെൺപിള്ളേരെ അല്ല.
നാളെ ഒരു പെൺകുട്ടി എടുത്തിട്ട് ഒരു ആൺകുട്ടിയുടെ ഫോട്ടോ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാലും അതിൽ കുറ്റം പറയേണ്ടത് പെൺകൊച്ചിനെയാണ്, അല്ലാണ്ട് ആൺകുട്ടിയല്ല. ഇതിപ്പോൾ വേട്ടയാടയവൻ നിരപരാധിയും വേട്ടയാടപ്പെട്ട പെൺകുട്ടി കുറ്റക്കാരിയും. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ശരി, എന്നാൽ കമൻറ്റ് ബോക്സ് കണ്ടും മടുത്തിട്ട് ഞാൻ ഇത് ചെയ്യാൻ വന്നത്.